അമ്മേ ശരണം, ദേവീ ശരണം, ആറ്റുകാൽ അമ്മേ ശരണം. ഞാൻ വളരെയധികം ഒരു ദേവി ഭക്തയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പോയപ്പോഴൊക്കെ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. മനസ്സിന് ഒത്തിരി സന്തോഷം കിട്ടിയ ഒരു അനുഭവമായിരുന്നു അത്. തീർച്ചയായും ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ എൻ്റെ മനസ്സിലും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പൊങ്കാല ഇടണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടം വരെ പോകാൻ സാധിച്ചില്ലെങ്കിലും വീട്ടിൽ അതിന് പകരമായി ഒരു പൊങ്കാല പായസം ഇടാമെന്ന് തീരുമാനിച്ച് അത് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിലേറെ സന്തോഷം അതിൻ്റെ ഒരു പങ്ക് കൊടുക്കാനായിട്ടും സാധിച്ചു. അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയവർക്ക് അതിൻ്റെ ഒരു ചെറിയ പങ്ക് കൊടുക്കാൻ സാധിച്ച ഒരു സന്തോഷം കൂടിയുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സർപ്പിച്ച് ചെയ്യുന്നൊരു കാര്യം അമ്മ തീർച്ചയായും അത് സ്വീകരിച്ചു എന്ന ഒരു തെളിവ് പോലെയാണ് എനിക്ക് അത് അനുഭവപ്പെട്ടത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? NSOയുടെ സർവേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിശേഷമായ ഒരു വിഭവം ഈ വീട്ടിൽ നിന്ന് വളരെ സന്തോഷപൂർവ്വം കിട്ടുന്നത്. വളരെ രസമായി. ഞാൻ സ്വയമേ ആർജിച്ചെടുത്ത ഒരു ഭക്തി മാർഗമാണ് എൻ്റേത്. എൻ്റെ അറിവുകൾ മറ്റു മതങ്ങളെ മനസ്സിലാക്കാനും അവയെ ഉൾക്കൊള്ളാനും അവരോടൊപ്പം ചേർന്നു നിൽക്കാനും കഴിവുള്ളതാണ്. അതിനാൽ എൻ്റെ ഭക്തിയും എൻ്റെ വിശ്വാസവും എനിക്കെന്നും അഭിമാനം തന്നെയാണ്.